കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇഷിതയും മഹേഷും ചിപ്പിമോളും കൂടെ വാട്ടർ തീം പാർക്കിലേക്ക് പോകണം. അങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് വണ്ടി സൈഡ് ചേർത്ത് നിർത്തിയിട്ട് ഇഷിത പറഞ്ഞു, അയ്യോ എന്താണെന്ന് അറിയത്തില്ല, വണ്ടിക്കൊരു മിസ്സിംഗ് എന്ന് പറയണം. പെട്ടെന്ന് മഹേഷ് പറഞ്ഞു, അതെങ്ങനെ ഒരു പൊട്ട വണ്ടിയല്ലേന്ന് ചോദിക്കണം. അതെ, ഒരു മിനിറ്റ് നിന്ന് ഇറങ്ങി തള്ളാവോന്ന് ചോദിക്കണം. വണ്ടി എന്തോ സ്റ്റാർട്ട് ആകുന്നില്ലെന്ന് പറയണം. ഞാൻ തള്ളാനാ, പിന്നല്ലാതെ ചിപ്പിമോളെ കൂടെ തള്ളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഓ, എന്ത് ചെയ്യാനാന്ന് പറ, ഈ പൊട്ട വണ്ടിയെ കയറി തോന്നിയ സമയം എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് മഹേഷ് പുറത്തേക്ക് ഇറങ്ങി തള്ളാനായിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോഴേക്കാണ് വിവേകിന്റെ കോള് വരുന്നത്. വിവേക് വിളിച്ചിട്ട് പറഞ്ഞു, അതെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല മഹേഷ്, നീ ഒരു കാര്യം ചെയ്യ, അവർ എങ്ങോട്ടെങ്കിലും വല്ല ടൂറും കൊണ്ടോ, നാളെ നമുക്ക് മീറ്റിംഗ് നടത്താം, അവരോടൊന്ന് പറഞ്ഞു നോക്കാൻ പറയണം. എങ്ങോട്ട് ടൂർ ഉണ്ടായിട്ട് നീ തീരുമാനിക്കുക, ഒന്ന് പറഞ്ഞു നോക്കാൻ പറയണം. ആ സമയം അതിനകത്തിരുന്നിട്ട് ഇഷിത വിളിച്ചിട്ടുണ്ട്, അതെ തള്ളാൻ പറയണം. അതെ ഞാൻ തള്ളുവല്ലേ, നന്നായിട്ട് അങ്ങോട്ട് തള്ളിയാൽ മതി എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് വിവേക് പറഞ്ഞു, അതെ തള്ളുന്ന കാര്യമോ, ആരെ തള്ളുന്ന കാര്യം, ദേ ഒന്ന് വെച്ചിട്ട് പൊക്കേടാ അവിടുന്ന്, മനുഷ്യ ആകപ്പെടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് വിവേകിനോട് മഹേഷ്. ആ സമയത്ത് അവിടെ രണ്ടു മൂന്ന് ചെറുപ്പക്കാർ ഇപ്പുണ്ടായിരുന്നു. ഭാര്യ വീട്ടിൽ നിന്ന് കൊടുത്ത വണ്ടിയാന്ന് തോന്നേ, അതാന്ന് തോന്നി ഇങ്ങനെ കടന്ന് തള്ളുന്നേന്ന് പറയാണ്. അവന്മാര് കളിയാക്കുന്ന നടപ്പത്തിന് ഇഷിത പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇഷിത ഒരു പണി കൊടുത്തായിരുന്നു മഹേഷിനിട്ട്. പിന്നീട് മഹേഷിനോട് പറഞ്ഞു, അതെ കേറിക്കോളാൻ പറയണം. അങ്ങനെ മഹേഷ് കയറി. കാരണം വണ്ടിയിലിരുന്ന മഹേഷ് ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയെ കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെ സംസാരിച്ചിട്ട് കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. പിന്നീട് അവർ നേരെ വാട്ടർ തീം പാർക്കിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയും ചിപ്പിമോളും കൂടെ അകത്തേക്ക് കയറി വരും. അപ്പൊ ആ ഗേറ്റിന്റെ അവിടെയായിട്ട് ഒരു പ്രതിമ ഉണ്ടായിരുന്നു. അത് പ്രതിമയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരൂപം തന്നെയാണ്. അപ്പൊ അതിന്റെ അടി താഴെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പ്രതിമയെ ചിരിപ്പിക്കുന്നവർക്ക് പാസ് സൗജന്യമായിട്ട് കൊടുക്കുന്നു പറഞ്ഞിട്ട്. ഇങ്ങനെ നോക്കി നിൽക്കുന്ന ചിപ്പിമോള് ചോദിച്ചു, എന്താ ചെയ്യാമായിരുന്നു ചോദിക്കണം. അത് നമ്മളെ ഈ പ്രതിമയെ ചിരിപ്പിക്കണം എന്ന് പറയണം. ചിരിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഫ്രീ ആയിട്ട് കയറാന്ന്. ആഹാ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചിപ്പിമോൾ എന്ത് ചെയ്യണം, പ്രതിമേനെ ചിരിപ്പിക്കാൻ നോക്കുക. പക്ഷെ പ്രതിമ ചിരിച്ചില്ല. ആ സമയം ഇഷിത ഇങ്ങനെ നോക്കുക അത്തേലേക്ക്. അതായിട്ട് നോക്കിയിട്ട് ഇഷിതയുടെ മനസ്സിലേക്ക് വരുന്ന അവിടെ ഇങ്ങനെ മഹേഷ് നിൽക്കുന്നതായിട്ട് തോന്നുക. പെട്ടെന്ന് ചിപ്പോട് ചോദിച്ചു, എന്താ ഷിയാമ എന്താ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കാം. മോളൊന്ന് സങ്കല്പിച്ചു നോക്കിയേ, മോളുടെ ഡാഡി ഇവിടെ നിൽക്കുന്നത് എങ്ങനെയുണ്ടെന്ന്. അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോൾക്കും ചിരി വന്നു. കാരണം തന്റെ കീഴുദ്യോഗസ്ഥരോട് ആ ഫയലും എടുക്കുക, ഈ ഫയലും എടുക്കുക, അല്ലെങ്കിൽ ഞാൻ കാണിച്ചാലാ, അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു രൂപവും ഭാവവും സംസാരവും ഒക്കെ മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ട് വന്നു. മഹേഷ് വന്നിട്ട്, ചെന്താ രണ്ടുപേരും കൂടെ എന്താ ഇവിടെ ചിരിക്കണേന്ന് ചോദിക്കാം. അതെ ഡാഡി, ഈ പ്രതിമേനെ ചിരിപ്പിക്കുകയാണ്, നമുക്ക് പാസ് സൗജന്യമായി കിട്ടുമെന്ന്. ഇത് കേട്ട് ഞാൻ മഹേഷ് ആ പ്രതിമേനെ ഒന്ന് നോക്കുകയാണ്. ആ സമയത്ത് ഇഷിത എന്ത് ചെയ്യാണ്, ചിപ്പിമോളുടെ കാര്യത്തിൽ ഒരു രഹസ്യം പറയുകയാണ്. ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ ചിപ്പിമോൾ എന്ത് ചെയ്ത ആ പ്രതിമയോട് എന്നിട്ട് പറഞ്ഞു, അതെ നിങ്ങളുടെ മോൾ ഒടിച്ചോടിപ്പോയെന്ന് വിചാരിക്കുക എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ പ്രതിമ പൊട്ടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് പ്രതിമ ഇറങ്ങി എന്നിട്ട് പറഞ്ഞേ, അതെ എന്റെ മോൾ ഒളിച്ചു ഓടിപ്പോയാൽ ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് ശ്രീധരൊന്നും കൊടുക്കണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അയാൾ കിടന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. ഇത് കേട്ടതും മഹേഷിനും ചിരി വന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പറഞ്ഞു, രണ്ട് പ്രതിമകളും ചിരിച്ചല്ലോ, ഇവിടെ വെച്ചിരിക്കുന്ന പ്രതിമയും ചിരിച്ചു, നമ്മുടെ കൂടെയുള്ള പ്രതിമയും ചിരിച്ചല്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് മഹേഷ് രൂക്ഷമായിട്ടൊന്ന് നോക്കുകയാണ്. പിന്നീട് അവർ സന്തോഷത്തോടെ അകത്തേക്ക് കയറി പോവാം. കാരണം ഈ സമയമൊക്കെ മഹേഷ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇഷിതയുടെയും ചിപ്പിമോളോടുള്ള ഒപ്പമുള്ള ആ കുറച്ച് സമയം എന്ന് പറഞ്ഞാല്. അങ്ങനെ അകത്തേക്ക് കയറിപ്പോയിട്ട് അവർ കുറെ റൈഡിലൊക്കെ കയറി. പിന്നീട് ഒരു സ്ഥലത്തേക്ക് നിന്ന് അവിടെ വെള്ളമാണ്, വാട്ടറാണ്, മൊത്തം വാട്ടർ തീമിന്റെ ഇതിലാണ്. അപ്പം ഇഷിത പറഞ്ഞു, ഞാൻ ഇവിടെ ഇറങ്ങുന്നില്ല, നിങ്ങൾ ഇറങ്ങിക്കോളാൻ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് കളിക്കുകയാണ്. ഇഷിതയ്ക്ക് മനസ്സിലായി, എന്തൊരു പാവമാണ് ഈ മനുഷ്യന്. കാരണം ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല. കാരണം മോൾക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കാനായിട്ട് സന്നദ്ധരായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴേക്കും വിവേകിന്റെ കോള് വന്നു. പിന്നീട് കയറി വന്നു കഴിഞ്ഞപ്പോ വിവേകിനോട് മഹേഷ്, നീ എന്തേലും ഒന്ന് ചെയ്യ, അയാളെ എങ്ങോട്ടേലും ഒരു പാർക്കിലൊക്കെ എവിടെയെങ്കിലും ഒന്ന് ടൂർ കൊണ്ടുപോകും, എന്നാലല്ലേ എനിക്കൊരു സമാധാനമുള്ളൂ. നാളെ മീറ്റിംഗ് നടത്താന്ന് ഒന്ന് പറഞ്ഞു നോക്ക്, ഇനി എന്നെ വിളിച്ചേക്കല് എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. ആ സമയം ചിപ്പിമോള് ചോദിച്ചു, അല്ല ഡാഡി എന്താ ഗവൺമെന്റ് കോൺഫറൻസ് ആന്നാ പറഞ്ഞേക്കുന്ന ചോദിക്കുകയാണ്. അതെ, ഓഹോ, അപ്പൊ പാർക്കിലേക്ക് വരാനായിട്ട് ഡാഡി കള്ളമൊക്കെ പറയല്ലേന്ന് ചോദിക്കുക. അത് പിന്നെ എന്റെ ചിപ്പിമോൾക്ക് വേണ്ടിയല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നീട് അവർ റൈഡേ കയറാൻ തുടങ്ങി കഴിയുമ്പോഴത്തേന് അവിടുത്തെ ആ സ്റ്റാഫ് പറഞ്ഞതേ, ഈ റൈഡയിലെ കുട്ടികൾക്ക് കയറാൻ പറ്റില്ല, അവരെ അലൗഡ് അല്ലെന്ന് പറയണം. പെട്ടെന്ന് ചിപ്പിമോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഷിയാമയും ഡാഡിയും കൂടെ കയറാൻ പറയണം. ഏയ് വേണ്ട, ഞാൻ കയറുന്നില്ല എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ കയറാൻ പറയണം. അവസാനം ചിപ്പിമോളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇഷിതയും മഹേഷും കൂടെ റൈഡെ കയറുവാണ്.
അതിങ്ങനെ വട്ടം കറങ്ങുന്ന റൈഡായിരുന്നു. അങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് അങ്ങ് തല ഇറങ്ങി, ഇഷിത തല ഇറങ്ങി വണ്ടിക്കകത്തേക്ക് ഇരിക്കുകയാണ്. അത് മഹേഷിന് മനസ്സിലായി. മഹേഷിന് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ റൈഡ് നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ഇഷിതനെ താങ്ങി പിടിച്ച് അവിടെ ഒരു ബെഞ്ചിലേക്ക് കൊണ്ടിരുത്തുകയാണ്. കുറേ സമയം ഇങ്ങനെ വിളിച്ചിട്ടൊന്നും ഇഷിതയ്ക്ക് ബോധം വീണിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ചിപ്പുമോളുടെ അടുത്ത് ഇങ്ങനെ ചായ ഇരുത്തിയിട്ട് പെട്ടെന്ന് പോയി ഒരു വിശറി മേടിച്ച് കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുവാണ്. എന്നിട്ട് വീശി വെള്ളമെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചൊരു കണ്ണൊക്കെ തുറന്ന് ഒന്ന് ഓക്കെ ആയി വരുമായിരുന്നു. ആ സമയത്താണ് പുറത്തൊരു കാറ് വന്നിരുന്നേ. ആ കാറിനകത്തുനിന്ന് വിവേകും പിന്നെ രാജേഷ് പിള്ള സാറും അദ്ദേഹത്തിന് ബാമിലിയും കൂടെ ഇറങ്ങുവാണ്. അവർ ആ വാട്ടർ തീം പാർക്കിലേക്ക് അവരും വന്നത്. അപ്പം എങ്ങോട്ടേലും കൊണ്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടേക്കാണ് വിവേക് കൊണ്ടുവന്നത്. അങ്ങനെ അവരകത്തേക്ക് കയറി വരുവാണ്. ഈ സമയത്ത് ഇഷിത ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് മഹേഷിനോട് പറഞ്ഞു, ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. ഇഷിതയ്ക്ക് മനസ്സിലായി മഹേഷ് തന്നെ എത്രമാത്രം കെയറിങ്ങോടുകൂടിയാണ് നോക്കിയെന്നുള്ള കാര്യം. കാരണം തനിക്കൊരു വയ്യായിക വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ചേർത്ത് പിടിച്ചിട്ട് വീശി തന്ന് വെള്ളമെല്ലാം കൊടുത്ത് അതുപോലെ ഭയങ്കര കെയറിങ്ങോട് കൂടിയിട്ടാണ്. ചിപ്പിമോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. തൻ്റെ ഷിയാമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോന്ന് പോലെ ചിപ്പിമോൾ ഒരു നിമിഷം പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇഷിത പറഞ്ഞു, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം. ഇതേട്ടപ്പോൾ ചിപ്പിമോൾ പറഞ്ഞു, അത് ഷിയാമ്മേ നമുക്കെന്നാ ഇനി വീട്ടിൽ തിരിച്ചു പോവാം, മതി നിർത്തിയേരെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോവാന്ന് പറയണം. അതിൻ്റെ കാര്യമൊന്നുമില്ല, ഇനി പോകേണ്ട കാര്യം എന്നുള്ളത് മഹേഷോട് നമുക്ക് പോകാന്ന് പറയണം. വേണ്ട, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇനി കുറേ റൈഡുകൾ കയറാൻ ഉണ്ടല്ലോ, നമുക്ക് പിന്നെ പോകാന്ന് പറയണം. പിന്നീട് അവരെന്ത് ചെയ്യണം, വീണ്ടും റൈഡ് കയറാനായിട്ട് അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും വിവേക് വിളിക്കുക. വിവേക് വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞങ്ങൾ എന്താണെങ്കിലും ഒരു പിക്നിക്കിന് ഇറങ്ങിയെന്ന് പറയണം. ഇത് കേട്ട മഹേഷ് ആശ്വാസം, അയാൾക്ക് കുഴപ്പമൊന്നുമില്ലോ. കുഴപ്പമൊന്നുമില്ല. അല്ല നിങ്ങൾ എങ്ങോട്ടാ പോയിരിക്കുന്ന ചോദിക്കുകയാണ്. ഞങ്ങൾ ഓഫീസിന്റെ അടുത്തുള്ള വാട്ടർ തീം പാർക്കിൽ. വാട്ടർ തീം പാർക്കിലോ? അതെന്താണ് മഹേഷ് നീ അങ്ങനെ ചോദിച്ചേ? പെട്ടെന്നാണ് വിവേക് ആ കാഴ്ച കാണുന്നത്. മഹേഷ് നിൽക്കുന്നത് രണ്ടുപേരും പരസ്പരം കണ്ടു. തൊട്ടടുത്ത് നിന്നാണ് ഫോൺ ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ വിവേക് അങ്ങോട്ട് വരുവാണ്. ഇതാണോ ഇങ്ങോട്ടാണോ ഗവൺമെന്റ് കോൺഫറൻസ് പറഞ്ഞു വന്നേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വിവേകിന്റെ കൂടെയുള്ള രാജേഷ് പിള്ള സാറും മാമിലി മഹേഷിനെ കണ്ടു. രാജേഷ് പിള്ള സാർ വന്നിട്ട്, ഓഹോ ഇതാണോ തന്നെ ഗവൺമെന്റ് കോൺഫറൻസ് ചോദിക്കുകയാണ്. ഞാൻ ഹത്രയിന്ന് വന്നേ. ഇതിന് വേണ്ടിയിട്ടായിരുന്നോ? എന്നിട്ടാണ് താൻ മീറ്റിംഗ് നാളത്തേക്ക് മാറ്റി വെച്ചത്. താൻ ആള് കൊള്ളാലോടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു, അല്ല പിന്നെ അത് പിന്നെ സാർ ഞാൻ പെട്ടെന്ന് മഹേഷിന്റെ വൈഫ് പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് നല്ല കാര്യമാണ്, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ അവധി എടുത്ത് ഭാര്യനും കുഞ്ഞിനും കൂടി പുറത്തു പോകണം, അല്ലെങ്കിൽ എപ്പോഴും ജോലി എന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം. ഇഷിത ഒരു അന്താളിപ്പോട് കൂട്ടാണ് മഹേഷ് നോക്കുന്നത്. വൈഫ് എന്നുള്ള ഒരു സംബോധനയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം താൻ വൈഫാന്ന് അവർ തെറ്റിദ്ധരിച്ചാന്ന് ഇഷിതയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അവരുടെ ഭാര്യ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറയാം, കണ്ടുപഠിക്കണവരെ ഇങ്ങനെ വേണം. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ കണ്ടില്ലേ, ജോലി പോലും വേണ്ടെന്ന് വെച്ചല്ലേ ഭാര്യനെയും കുഞ്ഞിനെയും കൊണ്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടി പോയിരിക്കുന്നു പറയണം. പെട്ടെന്ന് തന്നെ ഇഷിത ഒന്നും മിണ്ടാതെ എടുത്തിട്ട് ഞാൻ പുറം അങ്ങോട്ട് പോവാണ്. ആ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ രാജേഷ് പിള്ള സാർ പറഞ്ഞു, ഞാൻ പറഞ്ഞത് മഹേഷിന്റെ വൈഫിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലേ ഞാൻ കാരണം ഇങ്ങനെ പോകുന്നതിനൊക്കെ ഞാൻ അങ്ങനെ കുറ്റം പറഞ്ഞല്ല. പക്ഷേങ്കിൽ കാരണം ഞാൻ അത്ര ദൂരെന്ന് വന്നിട്ട് ഈ മീറ്റിംഗ് നാളത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. ഇത് കേട്ടതും അയാളുടെ വൈഫ് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവരുടെ സന്തോഷം എൻജോയ് ചെയ്യുക, ആ സമയത്ത് വെറുതെ എന്തിനാ അതിൻ്റെ അകത്തേക്ക് എന്നും പറഞ്ഞുകൊണ്ട് രാജേഷ് പിള്ള സാറിനെ ചീത്ത പറയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. അതൊരു കാര്യം ചെയ്യാം, എന്താ നിങ്ങൾ തമ്മിൽ ഇതിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. അത് പിന്നെ സാർ ചെറിയൊരു സൗന്ദര്യപ്പിഴക്കം, എന്നാ പോയി പിണക്കം മാറ്റിയിട്ട് വരാൻ പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, മഹേഷ് നേരെ ഇഷിതയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് ചിപ്പിമോളുടെ കൂടെ രാജേഷ് പിള്ള സാറിന്റെ കുട്ടികൾ കളിക്കാനായിട്ട് അങ്ങോട്ട് കൂടി. എന്നിട്ട് അവർ കളിക്കാനായിട്ട് അങ്ങോട്ട് മാറി പോവാണ്. ആ സമയം ഇഷിത ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് വന്ന് നിൽക്കുകയാണ്. അപ്പത്തേനും മഹേഷ് വന്നിട്ട് പറഞ്ഞു, അതെ സോറി കിട്ടോന്ന് പറയാം. എന്ത് സോറി? താൻ എന്തൊക്കെയാ അയാളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്? തൻ്റെ വൈഫാ ഞാനെന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് അങ്ങനെ തൻ്റെ ആ ഭാര്യാപതിയോ അലങ്കരിക്കുന്ന കാര്യമൊന്നുമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു, അതെ ഞാൻ സോറി പറഞ്ഞല്ലോ എന്ന് പറയാൻ. താൻ സോറി പറഞ്ഞുകൊണ്ട് എന്താ കാര്യം ഇരിക്കണമെന്ന് ചോദിക്കുകയാണ്. എല്ലാവരുടെ മുന്നേ എന്നെ നാണം കെടുത്തില്ലേന്ന് ചോദിക്കുക. എന്താണെങ്കിലും ഞാൻ ചിപ്പിമാടെ സന്തോഷത്തിന് വേണ്ട ഇങ്ങോട്ട് അതെ, അല്ലാതെ തൻ്റെ ഭാര്യാപദവിയെ അലങ്കരിക്കാൻ വേണ്ടി വന്നൊന്നും അല്ലെന്ന് പറയണം. അതെ പറഞ്ഞു തീർന്നെങ്കിൽ ഒരു നിമിഷം എനിക്ക് തരാമെന്ന് ചോദിക്കുകയാണ്. അതെ ഇന്ന് വന്നിരിക്കുന്നത് എന്താന്ന് ആരാന്നറിയാവോ? അത്രയെന്നുള്ള ഒരാളാണ് വന്നിരിക്കുന്നത്, രാജേഷ് പിള്ള സാറ്. അദ്ദേഹം ഗവൺമെന്റ് സ്റ്റാഫാണ്, ഗവൺമെന്റ് ചീഫ് എഞ്ചിനീയർ ആണ് അവിടുത്തെ ഗവൺമെന്റ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ. അപ്പോൾ അതുകൊണ്ട് അയാൾ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ഇതിന് വേണ്ടി വന്നതാണ്. ആ സമയത്ത് ഞാനുമായിട്ടൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നായിരുന്നു ആ മീറ്റിംഗ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ചിപ്പിമോളുമായിട്ട് പോരുന്നതുകൊണ്ട് എനിക്ക് ആ മീറ്റിംഗ് പങ്കെടുക്കാൻ പറ്റിയില്ല. നാളത്തേക്ക് മീറ്റിംഗ് മാറ്റി വെച്ചു. ആ സമയം വിവേകാണ് അവരെങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. പക്ഷെ സാറ് തെറ്റിദ്ധരിച്ചതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇഷിതയ്ക്ക് എന്ത് വെള്ളം തീരുമാനിക്കാം.
ഇഷിതയ്ക്ക് പോവാൻ ഞാനൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാ പറയണേ. അല്ല അത് പിന്നെ ഞാൻ ഭാര്യയായിട്ട് ഇനിയിപ്പം ഞാൻ അഭിനയിക്കണമായിരിക്കും അതായിരിക്കും അല്ലേന്ന് ചോദിക്കുക. അതൊക്കെ ഇഷിതയുടെ ഇഷ്ടം പോലെ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കാരണം എനിക്ക് ഈ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ തന്നെ ചിപ്പിമോളുടെ പ്രശ്നം കാരണം എനിക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടിരിക്കുക. ഇതേ ഇതിനകത്തോടെ ഈ കൺസ്ട്രക്ഷൻ വർക്ക് കൂടെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ CEO പദവി തന്നെ പോവും. അവിടെ നിന്ന് എനിക്ക് ഇറങ്ങേണ്ടതായിട്ട് വരുമെന്നൊക്കെ പറയാം. ഇനി നിന്റെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഇഷിത എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ഇഷിത ഒരു നിമിഷം ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് ഇഷിതയുടെ മനസ്സിലേക്ക് തനിക്ക് ആ തലകറക്കം ഉണ്ടായ സമയത്ത് മഹേഷ് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചും ഒക്കെ മനസ്സിലേക്ക് വരുവാണ്. ആ സമയം മഹേഷ് രാജേഷ് പിള്ള സാറിന്റെ വിവേകിന്റെ അടുത്തേക്ക് ഇല്ലുവാണ്. അപ്പത്തേക്കും ഇഷിതയും പുറകെ ഓടി വന്നു. ഇഷിതനെ കണ്ടപ്പോഴത്തേനും രാജേഷ് പിള്ള സാറിന്റെ വൈഫ് പറഞ്ഞു ആഹാ പിണക്കങ്ങളൊക്കെ മാറി വന്നല്ലോ, എന്ത് പറ്റി രണ്ടുപേരും കൂടെ തമ്മിലൊരു പിണക്കം എന്ന് ചോദിക്കുകയാണ്. അതോ അത് ചെറിയൊരു സൗന്ദര്യപ്പിണക്കം വന്ന് ഇഷിത പറയണം. മഹേഷ് ഒരു ഞെട്ടലോടുകൂടിയാണ് ഇഷിതനെ നോക്കുന്നത്. അതെ ഞാനേ ഡോക്ടറാ, അപ്പൊ എനിക്ക് അധികം അടുക്കള കിടന്ന് ജോലി ചെയ്യാൻ സമയമില്ല. രാവിലെ എനിക്ക് കോഫിയൊക്കെ കൊണ്ടുതരും മഹേഷ്. അങ്ങനെ ഈ കോഫി കൊണ്ടുതന്നപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു ഇത്രയും കാലമായിട്ടൊരു കോഫി ഉണ്ടാക്കാൻ പഠിച്ചില്ലെന്ന് ചോദിച്ചെന്ന് പറയണം. കണ്ടില്ലേ ഇങ്ങനെ വേണം ഭർത്താക്കന്മാരാണെങ്കിൽ. ഭർത്താക്കന്മാർ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യണമെന്ന് പറയാം. എനിക്കും അതിനോടാ ഇഷ്ടം എന്നൊക്കെ അയാളുടെ വൈഫ് പറയാൻ രാജേഷ് പിള്ള സാറിന്റെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷും വിവേകോര അന്താളിപ്പോട് കൂടിയിട്ട് ഇഷിതയെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.